കുന്നംകുളം പ്രസ് ക്ലബിന്റെ ജനകീയ സംവാദത്തിലേക്ക് എത്തിച്ചേർന്ന കട്ടകമ്പൻ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നേട്ടങ്ങളും കോട്ടങ്ങളും പരാമർശിക്കുന്ന ഈ ജനകീയ സംവാദം പുതിയ ഉയരങ്ങളിലേക്ക് കട്ടകമ്പൻ പഞ്ചായത്തിനെ എത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ജനകീയ സംവാദത്തിന് ഇവിടെ തുടക്കം കൊടുക്കുകയാണ്. ഈ ജനകീയ സംവാദത്തിന്റെ മോഡറേറ്ററായി ടോണിയെ ചുമതലപ്പെടുത്തുന്നു. നമസ്കാരം. രാഷ്ട്രീയ കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രാദേശിക മാധ്യമ സംഘങ്ങളിലൊന്നായ കുന്നംകുളം പ്രസ് ക്ലബ് ഒരുക്കുന്ന ജനകീയ തത്സമയ സംവാദത്തിന്റെ ദിനത്തിലെ രണ്ടാമത്തെ ചർച്ചയിലേക്ക് നാം കടക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാട്ടാക്കമ്പൻ പഞ്ചായത്തിന്റെ പ്രതിനിധികളാണ്. കാർഷിക പ്രാധാന്യം ഏറെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനമാണ് കാട്ടാക്കമ്പൻ പഞ്ചായത്ത്. ഈ കാട്ടാക്കമ്പൻ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്തിന്റെ ആദ്യ ടേബിൾ ഉപാധ്യക്ഷനായിരുന്ന SFIയുടെയും DYFIയുടെയും പൊതുപ്രവർത്തന രംഗത്തും പ്രാദേശിക പാർലമെന്റ് രംഗത്തും എത്തിയിട്ടുള്ള യുവ നേതാവായിട്ടുള്ള ഏറെ ശ്രദ്ധേയനായിട്ടുള്ള P. യദുകൃഷ്ണയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത് താൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ചിട്ടുള്ള തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുള്ള മത്സരിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം പരാജയം അറിയാതെ തന്റെ പാർലമെന്ററി രംഗത്ത് 25 വർഷം സിൽവർ ജൂബിലി പൂർത്തിയാക്കുന്ന MS മണികണ്ഠനാണ് കോൺഗ്രസിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് കാട്ടാക്കമ്പൻ ഡിവിഷനിൽ കോൺഗ്രസ് പ്രതിനിധിയായിക്കൊണ്ട് ജനവിധി തേടുന്നുമുണ്ട്. ഒപ്പം തന്നെ BJPക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് BJP ആദ്യമായി പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അട്ടിമറിച്ചുകൊണ്ടാണ് ശ്രദ്ധേയമായ വിജയം അവർ കാട്ടാക്കമ്പൻ പഞ്ചായത്തിൽ നേടിയത്. BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് BJPയുടെ നിലവിലെ ഭരണസമിതിയിലെ അംഗം അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി അവർ നേടിയ മെമ്പർ പ്രദീപ് കൂരത്താണ്. 3 പേരെയും ഹൃദയപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി കഴിഞ്ഞ 5 വർഷം കാട്ടാക്കമ്പൻ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തികളെ സംബന്ധിച്ച് 5 മിനിറ്റിൽ P. യദുകൃഷ്ണൻ സംസാരിക്കും. സ്നേഹം നിറഞ്ഞ ഇങ്ങനെയൊരു ജനകീയ സംവാദം സംഘടിപ്പിച്ച പ്രസ് ക്ലബിലെ ഭാരവാഹികളെ, അതേപോലെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മണ്ഡലം ജനപ്രതിനിധിയായിട്ടുള്ള MS മണികണ്ഠൻ, പ്രദീപ് കൂരത്ത്, ഇവിടെ സഹപ്രവർത്തകരുടെ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ 2020 ഭരണത്തിലേറി 25 നിൽക്കുമ്പോൾ 5 വർഷം പൂർത്തീകരിക്കുന്ന ഈ ഭരണസമിതി ആ പഞ്ചായത്തിനകത്ത് മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് നടത്തിയിട്ടുള്ളത്. ഇതിനപ്പുറത്ത് സമസ്ത മേഖലയെ ഏകോപിപ്പിച്ച് ജനങ്ങൾക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ 5 വർഷക്കാലം യാതൊരു തരത്തിലുള്ള അഴിമതി നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുവാനോ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശമോ ഒരു പ്രതിഷേധങ്ങളോ നടത്തുവാനോ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ അഭിസംബോധന സംസാരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമെന്നതിനെ ഇപ്പോ 2 പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പഞ്ചായത്തിനകത്ത് സമഗ്രമായ വികസനം എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആവശ്യാനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എതിർത്തും നൽകിക്കൊണ്ടാണ് ഈ 5 വർഷം പൂർത്തീകരിച്ചത്. നമുക്കറിയാം, കാട്ടാക്കമ്പൻ ഗ്രാമപഞ്ചായത്ത് എന്നത് ഒരു കോൾ മേഖലാ പ്രദേശമാണ്. ചുറ്റും കോൾ മേഖലയുമായി ബന്ധപ്പെട്ട് കിടന്ന് നമുക്ക് പറയാം തലപ്പള്ളി താലൂക്കിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിലെ മുഴുവനായിട്ടുള്ള ജനവിഭാഗങ്ങളും നോക്കിക്കാണുന്നത് കൃഷി എന്ന മേഖലയെ നോക്കിക്കൊണ്ടിട്ടാണ് അവരുടെ വരുമാന മാർഗങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കാർഷിക മേഖലക്കകത്ത് ഒട്ടനവധി പറഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 117 കോടി 17 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് 2 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത്. ഈ കാർഷിക മേഖലക്കകത്ത് സുപ്രധാനമായ 7 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കാർഷിക മേഖലക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടുണ്ട്. നമുക്കറിയാം, അവിടെ കൂടുതലായിട്ടുള്ള നെൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നെൽവിത്ത് വിതരണം
ഏകദേശം ഒരു 1.5 കോടി രൂപയോളം നെൽവിത്ത് വിതരണത്തിന് പൈസ നൽകിക്കൊണ്ട് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതുപോലെ തന്നെ കൂലിച്ചെലവ് അതുപോലെ തന്നെ തരിശുഭൂമിയായിട്ട് കിടന്നിരുന്ന വാവേക്കർ പടവ് കൃഷിയോഗ്യമാക്കി അവിടുത്തെ കൃഷിയുമായി മുന്നോട്ട് പോയി അവർക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള KG വീര് കാർഷിക മേഖലക്കകത്ത് നമുക്ക് നൽകുവാൻ സാധിച്ചു. അതുപോലെ തന്നെ കാർഷിക മേഖല വിപുലീകരിക്കുന്നതിന് വേണ്ടി കവുങ്ങ് കൃഷിയും പച്ചക്കറി തൈ വിതരണവും അതുപോലെ തെങ്ങിന് ജൈവവളവും കുരുമുളക് പദ്ധതി അങ്ങനെ ഫലവൃക്ഷ തൈകൾ വിതരണം അതുപോലെ കാർഷിക മേഖലക്കകത്ത് കേര കൃഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേര ഗ്രാമം എന്ന പദ്ധതിയിലൂടെ 25 ലക്ഷം വകയിരുത്തിക്കൊണ്ട് അവിടെ ആ പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ വാഴക്കണ്ണ് വിതരണം, ഇടവിള കിറ്റ്, ഡ്രോബാഗ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പദ്ധതികൾ കാർഷിക മേഖലയിലൂടെ നമുക്ക് നടത്തുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഗ്രോ ബാഗ് ഉൾപ്പെടെ നമുക്ക് സുഭിക്ഷ കേരളത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ആ പ്രദേശത്ത് അനുയോജ്യമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള കൃഷിയാണ് അവിടെ നല്ലത് എന്ന് കണക്കാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ലൂസുകള്, റാമ്പുകള്, ഷട്ടറുകള്, കിടങ്ങുകള്, സബ് ഇൻവേഴ്സ്, സിവിൽ മോട്ടറുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കാർഷിക മേഖലയോട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലക്കകത്ത് രാഷ്ട്രീയ രാഷ്ട്രീയം നോക്കാതെ ഗ്രാമീണ റോഡുകളൊക്കെ നല്ല നിലവാരത്തിലാക്കാൻ നമുക്ക് സാധിച്ചു. സ്ഥലം MLA കൂടിയായിട്ടുള്ള നമ്മളും MLA AC ഉൾപ്പെടെയുള്ള ആളുകളുടെ MLA ഇടപെടൽ മൂലം അക്കിക്കാവ് പഴഞ്ഞി റോഡ് BMTC നിലവാരത്തിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പഴഞ്ഞി കല്ലുംപുറം റോഡ്, ആറ്റിപ്പുറം പറമ്പാറ റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾക്ക് നല്ല രീതിയിലുള്ള നിലവാരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റും. അതുപോലെ തന്നെ 16 വാർഡുകളിലും വിവിധങ്ങളായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള റോഡുകൾ റീടാറിലൂടെയും പുതിയ കോൺക്രീറ്റുകളിലൂടെയും കാനകളിലൂടെയും ഹൈഡ്രേഷൻ ഡ്രെയിനേജുകളിലൂടെയും എല്ലാം തന്നെ അവിടെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബ്ലോക്ക്, ജില്ല, അതുപോലെ MLA ഫണ്ട് ഉപയോഗിച്ച് മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ചില റോഡുകൾ ആസ്തിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് റോഡുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ വർഷത്തെ പദ്ധതിയിലും കുറെ റോഡുകൾക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള രീതികളിൽ ചെയ്തിട്ടുണ്ടെന്നാണ് റോഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ പറയുകയാണെങ്കിൽ മാത്താശം റോഡ്, അതുപോലെ തന്നെ അരിവായി റോഡ്, അതുപോലെ കരിമല റോഡ്, നായനാർ റോഡ്, EMS റോഡ്, തച്ചപ്പുറം റോഡ്, 2ാം വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള തച്ചമ്പുറം റോഡ്, അതുപോലെ തന്നെ പട്ടുകടം ചെറുപുഷ്പ റോഡ്, ലിങ്ക് റോഡ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി സുന്ദര മോഹന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ 5 വർഷക്കാലം കട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ഇടതുപക്ഷ അടിച്ചിറക്കിയ വാഗ്ദാനങ്ങൾ കോപ്പികളുണ്ട്. ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം പോലും ഈ 5 വർഷം കൊണ്ട് നിറവേറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന് തന്നെ ഏറ്റവും വലിയ മാസ്റ്റർ പദ്ധതിയാണ് 5 പദ്ധതിയിലൊന്നാണ് 2020 ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ആ വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നത് കൃത്യമായി സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി 100% മാനദണ്ഡങ്ങൾ പാലിച്ച് അർഹതയുള്ള ആളുകൾക്കാണ് സർക്കാരിന്റെ കൂടി 5 വർഷത്തെ പദ്ധതിയായ ലൈഫ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടിക സ്വീകരിച്ചത്. ഇതിനകത്ത് 65ഓളം പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾക്ക് സ്വന്തമായി സ്ഥലവുമില്ല, അതുപോലെ തന്നെ വീടുമില്ല. ആ ആളുകൾക്ക് സ്ഥലം വാങ്ങുന്നതിന് 65 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 135ഓളം ജനറൽ വിഭാഗത്തെ ആളുകൾക്ക് സ്ഥലമില്ലാതെ അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ ഒരാൾക്ക് പോലും അത്തരത്തിലുള്ള ആളുകൾക്ക് സ്ഥലം വാങ്ങിക്കുന്നതിനുള്ള ഒരു കരാർ ഏർപ്പെടുത്തിക്കൊണ്ട് സ്ഥലം വാങ്ങി 5 വർഷക്കാലം കൊടുത്തിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയായ 2020 ലൈഫ് പദ്ധതി പോലും നടപ്പിലാക്കാൻ ഈ യുവജനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കണക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കും ലൈഫ് പദ്ധതി വന്ന സ്ഥലമില്ലാത്ത ഒരാൾക്ക് പോലും സ്ഥലം വാങ്ങിക്കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല.
അതുപോലെ തന്നെ മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല. നമുക്കറിയാം തലപ്പിള്ളി കുന്നമണത്തിന്റെ ഏറ്റവും വലിയ ഒരു കാർഷിക മേഖല. ആ കാർഷിക മേഖലയില് കർഷകർക്ക് മുൻകാലങ്ങളിലൊക്കെ കൃത്യമായി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുന്നു. ഉൽപാദന മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് മാത്രം 30% തുക മാറ്റിവെക്കാം. 1 കോടി രൂപ ഉണ്ടെങ്കിൽ 30 ലക്ഷം രൂപ ഈ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെക്കണമെന്നാണ് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള കണക്ക്. അതുപോലും ഉണ്ടായിട്ട് പോലും നമുക്ക് കൃത്യമായി കർഷകരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കൃത്യമായി ആളുകൾക്ക് സൗജന്യമായിട്ടാണ് നെൽവിത്ത് നമ്മൾ നൽകിയിരുന്നത്. ഇവിടെ അധികാരത്തിൽ പറഞ്ഞ ആദ്യം ചെയ്തത് കർഷകരിൽ നിന്ന് ഒരു ചെറിയ തുക വാങ്ങിക്കൊണ്ട് ആണ് ആദ്യമായി വിത്ത് നൽകിയത്. അപ്പോൾ കൃത്യമായ യോഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കർഷകർക്ക് വേണ്ടി രേഖപ്പെടുത്തി ചെയ്ത് പിന്നീട് അത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി ചെയ്തത്. ഇതേ മേഖലയ്ക്ക് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വീതം, ജില്ലാ പഞ്ചായത്ത് വീതം, ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമായതുകൊണ്ട് അതുപോലും പരിപൂർണമായി കൊണ്ട് കർഷകരെ സഹായിക്കാൻ 5 വർഷക്കാലമായി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞു കോൾമേഖലയുണ്ടായി, മോട്ടറായി, അതൊക്കെ തൃശ്ശൂർ പൊന്നാനി കോൾമേഖലയാണുള്ളത്. അതൊന്നും പഞ്ചായത്ത് ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സർക്കാരിന്റെ പദ്ധതി കോൾമേഖലയെ ഏറ്റെടുത്തുകൊണ്ട് ഏത് കാർഷിക മേഖലയിലും അത് ഫണ്ട് ഉണ്ടാക്കാനും മോട്ടോർ സൗകര്യമാക്കി കൊടുക്കാനും കറണ്ട് സൗകര്യമാക്കാനും കൊടുക്കാനും ഒക്കെ സർക്കാരിന്റെ പദ്ധതിയാണ്. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതി സംയോജിച്ച പദ്ധതിയാണ്. ഇതല്ല, ഇത് ഉത്പാദന മേഖല കൃത്യമായി കൊടുക്കാം. ഒരു കർഷകന് പോലും ഇപ്പൊ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും ജനങ്ങൾ പ്രയാസം നേരിടുക. അവർക്ക് ഒരു വിത്ത് കൊണ്ടുവന്നതിന് പുറമെ വളം, മറ്റേ കീടനാശിനി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ കഴിയും. അതൊക്കെ പദ്ധതി ഉൾപ്പെടുത്തിയാൽ സമ്പൂർണ്ണമായിട്ട് ആൾക്ക് അത് കൃഷി ഇറക്കി ജീവിക്കാൻ പറ്റും. ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും കൃത്യമായി ജീവിക്കുന്നതന്നെ ആ മേഖലയിലൊരു നെൽകൃഷി മേഖല ഏറ്റവും കൂടുതലുള്ളതുകൊണ്ടാണ്. ആ മേഖലയിലെ കർഷകർക്ക് മറ്റൊരു കാര്യം കൊടുക്കാൻ കഴിയില്ല. വിത്തുകൾക്ക് പാരമ്പര്യമായിട്ട് നമ്മളാ ആദ്യത്തിൽ കാശ് വാങ്ങി പിന്നീട് അത് മാറ്റിയെങ്കിലും ആ രീതിയിൽ കർഷകരെ ഒരു തരത്തിൽ സഹായിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് മറ്റേ പറഞ്ഞു, ഇതൊക്കെ സർക്കാരിന് 30% കൃത്യമായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. കൃഷി ഉണ്ടാക്കാൻ, പച്ചക്കറി ഉണ്ടാക്കാൻ, തെങ്ങ് കർഷകര്, കവുങ്ങ് കർഷകര് ഇവരൊക്കെ സമന്വയിപ്പിക്കാൻ വേണ്ടി 30% തുക ഉണ്ട്. ആ തുക കൃത്യമായി ചെലവഴിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. മറ്റൊരു കാര്യം പാശ്ചാത്യ മേഖലയാണ്. ഈ കാട്ടാമൽ ഗ്രാമപഞ്ചായത്തില് ഏറ്റവും കൂടുതൽ റോഡുകൾ തകർന്ന് തരത്തിലായി നോക്കുക. അതിന് ഒന്നാമത്തെ കാരണം ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ പൊളിച്ചു നീക്കി. ഈ പൊളിച്ചു നീക്കിയപ്പോ അതിനകത്ത് കൃത്യമായി കരാറുകാർ ഏർപ്പെട്ടില്ല. ജലജീവൻ പദ്ധതി ഏറ്റെടുക്കുന്ന കരാറുകാരുടെ ആ കരാറുള്ള ഏറ്റവും ഒരു കാര്യം റോഡ് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം. ആ കരാറ് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ജലജീവൻ ഏറ്റെടുത്തവരാണ് പോലും ചെയ്യാതെ റോഡുകൾ തകർന്ന് തരത്തിലായി കിടക്കുകയാണ്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി MLA ഉൾപ്പെടെയുള്ള ആളുകൾ വിശദമായ യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ട് അത് പഞ്ചായത്തിന് ചെയ്യാവുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും കൃത്യമായ സമയത്ത് ആ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിനെന്താ കാരണം? ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ഉദ്യോഗസ്ഥ തലത്തിലെ ആളുകളെ നിയന്ത്രിക്കാം. MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിട്ട് കൊണ്ടുവന്നില്ല. 2-3 മാസക്കാലം ഏറ്റവും അവസാനത്തെ കാലം പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട ഉണ്ടായിട്ടില്ല. ആ ഉണ്ടായിട്ട് അടിസ്ഥാനത്തിൽ പദ്ധതികൾ പണം നഷ്ടപ്പെടുക. ഇപ്പൊ ഈ സർക്കാർ വന്നതിന് ശേഷം ഒന്നൊരു പദ്ധതി സ്കിൽ ഓവർ പ്രവർത്തിയില്ല. മുൻകാലങ്ങളിലൊക്കെ സ്കിൽ ഓവർ പ്രവർത്തിണ്ടായിരുന്നു. ആ നമ്മള് ഒരു 70% നമുക്ക് തുക ചെലവഴിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് 30% തുക നമുക്ക് കൂട്ടിത്തരും. ഉദാഹരണം 1 കോടി രൂപയാണെങ്കിൽ 70 ലക്ഷം ചെലവഴിച്ചു വെച്ചാൽ 30 ലക്ഷം അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഈ വർഷം അതാത് വർഷം പദ്ധതിയുടെ പണം ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടും. അതിനർത്ഥം കരാറുകാരെ കൊണ്ട് റോഡ് എടുപ്പിച്ച് ചിപ്പിക്കാൻ കഴിയാത്ത കഴിഞ്ഞ വർഷം മാത്രമേ 1,89 ലക്ഷം രൂപയാണ് റോഡിനടുത്ത് നഷ്ടപ്പെട്ടത്. ഈ വർഷം ഒരുപാട് കണ്ടില്ല. അങ്ങനെ 5 വർഷം ഇങ്ങനെ തുടർച്ചയാകുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് പാശ്ചാത്യ മേഖലയിൽ ചെലവഴിക്കാൻ കഴിയാതിരുന്നത് റോഡ് സൂചനയാണ്. തൃശ്ശൂർ മലപ്പുറം ജില്ലയിൽ നിർമ്മിക്കുന്ന റോഡാണ് സായക്കോട്. അവിടെയൊക്കെ പഞ്ചായത്തിന്റെ ഒരു വിഭാഗം ആൾക്കാരുടെ പിന്തുണയോടുകൂടി തീർച്ചയായും നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രദേശത്തെ റോഡ് പോലും തൃശ്ശൂർ മലപ്പുറം റോഡ് ഇന്ന് ശോചനീയാണ്. പിന്നെ കാട്ടറാമ്പലം മുതൽ കാട്ടറാമ്പലം എന്ന റോഡുണ്ട്. അതൊക്കെ വളരെ 3 കോടിയുടെ വർധന 5 കൊല്ലം മുമ്പ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് പോലും അതിലൊരു പ്രവൃത്തി അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ പ്രവൃത്തിയിൽ കഴിഞ്ഞ ദിവസം ശക്തമായ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ കോൺഗ്രസിന്റെ ആളുകൾ ജലവാസം അനുഭവിക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടാണ് ആ റോഡൊന്ന് ജലജീവന്റെ ആൾക്കാരൊന്ന് റീടാർ ചെയ്തത്. അല്ല, ആ പണി നടന്നിട്ട് 3 കോടി രൂപ കൃത്യമായി ചെലവഴിക്കാൻ കഴിയില്ല. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ.
വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം, രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റ്ലർ ബാങ്ക്വറ്റ് ഹാൾ, സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. കാട്ടാമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ഇതുപോലെയുള്ള ഒരു വേദി തന്ന, അതായത് കാട്ടാമ്പ ഗ്രാമപഞ്ചായത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വേദി തന്ന പ്രശ്നത്തിനെ ആദ്യമായിട്ട് നന്ദി പറയാം. അതായത് ഇവിടെ വന്നിരുന്ന വൈസ് പ്രസിഡന്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് നല്ല രീതിയിലുള്ള വികസന കാട്ടാമ്പ ഗ്രാമപഞ്ചായത്ത് നടത്താൻ സാധിച്ചു എന്നുള്ള രീതിയിൽ അത് തികച്ചും വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. എന്റെ കുറച്ചു കാലമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്ര കഴിവ് കേട്ടിട്ടുള്ള ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കാരണം എല്ലാ മേഖലകളിലും പരാജയം. ആദ്യം തന്നെ സൂചിപ്പിച്ച കാർഷിക മേഖല. കാർഷിക മേഖലയിലെ ഓരോ പോർപടവുകളുടെ ആളുകളുടെ ആ ഇച്ഛാശക്തി കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഒരു കാര്യവും അതായത് മുൻ വർഷങ്ങളിൽ ചെയ്തു വരുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ കാലവർഷം, അതായത് പതിവിൽ വിപരീതമായിട്ടുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനമാണ് നമുക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകര് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ കാർഷിക വൃത്തി നടന്നത്. അവരെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ആ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് എടുക്കാൻ ആളില്ല. നെല്ല് പോകുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ആ വരുന്ന ആളുകള്, ആ നെല്ലെടുക്കാൻ വരുന്ന ലോബികള്, അവർ ബാർഗൈനിങ് ആണ്. അതൊരു കക്ഷിയും മോശമില്ല, കോൺഗ്രസ് മോശമില്ല, CPM മോശമില്ല. ഇതിന്റെയൊക്കെ ആളുകളാണ് ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ടർമാർ, അതായത് എടുത്തു പോകുന്ന ടെൻഡർ ചെയ്തു പോകുന്ന ആളുകൾ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കർഷകന്റെ കണ്ണീരാണ് കാണുന്നത്. കൊയ്ത്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും നെല്ല് എത്തിക്കഴിഞ്ഞാൽ അവിടെ കർഷകന്റെ കണ്ണീര് കാണുക. കാരണം നെല്ല് കൂടില്ല, ചിലപ്പോ ചെറിയൊരു നനവുണ്ടെങ്കിൽ അത് മുടക്കി നെല്ല്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് വന്ന കാലം മുതൽ 2020-21 കാലഘട്ടത്തില് നമ്മള് അധികാരത്തിൽ വന്ന സമയം മുതല് ഒരു ദിവസമില്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ക്ഷീര കർഷകന്റെ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ വരുന്ന സമയത്ത് ഞാനൊരു ക്ഷീര കർഷകനായിരുന്നു. ഇതിനു മുമ്പുള്ള യോഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷീര കർഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മേഖലയില്, അതായത് പശുക്കൾക്കും മറ്റു മൃഗാദികൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്താനുള്ള ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. ഒരു ഘട്ടത്തിൽ MLA സൂചിപ്പിച്ചതാണ്. MLA അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും തന്നിരുന്നു. പക്ഷെ ഇതുവരെ 1 വർഷം 1.5 വർഷമായിട്ട് അത് കണ്ടിട്ടില്ല. എന്റെ ഒരു പശു പോലും ആ ഘട്ടത്തില് ചാവേണ്ട ഒരു ഗതിയായി. അതേ ചികിത്സ കിട്ടാറ്. അപ്പൊ ക്ഷീര കർഷകരെ ഞാൻ വരുന്ന സമയത്ത് 200 ക്ഷീര കർഷകരുണ്ടാകുന്ന കടമ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 60 കർഷകരാണ് ഉള്ളത്. അപ്പൊ ആ മേഖലയിൽ പരാജയം. രണ്ടാമത്തെ കാര്യങ്ങള് റോഡ് ഇനത്തിൽ പറഞ്ഞു. റോഡ് ഇനത്തിലെ ഇഷ്ടംപോലെ വർക്കുകൾ നടക്കുന്നില്ല. ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്, ഫണ്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ ശരി, യാഥാർത്ഥ്യം തന്നെയാണ്. ഫണ്ടുകൾ വരുന്നുണ്ട്, കേന്ദ്ര ഫണ്ടുകൾ വരുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകൾ വരുന്നുണ്ട്, ഒപ്പം തന്നെ പ്രദേശമായിട്ടുള്ള ഫണ്ടുകളുണ്ട്. ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിവുള്ള ഒരു ഭരണസമിതിയല്ല, ഒരു ഇച്ഛാശക്തിയുള്ള ഭരണസമിതിയല്ല ഉള്ളത്. ഇപ്പോ ഈ അവസാന കാലഘട്ടത്തിൽ ഉദ്ഘാടനം, റോഡിന്റെ ഉദ്ഘാടനം, എല്ലാ പദ്ധതികളിലും ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. മുമ്പ് നഗരസഭയുടെ ഇതുപോലെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഉദ്ഘാടനങ്ങളുടെ ഇലക്ഷന്റെ പ്രഖ്യാപിച്ച അന്നും ഉദ്ഘാടനം. അപ്പോ വെറും ഉദ്ഘാടനങ്ങൾ, ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ള ഒരൊറ്റ തട്ടിപ്പായിട്ട് അടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ ഭരണപക്ഷം. അത് വെറും പബ്ലിസിറ്റി മാത്രം. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പബ്ലിസിറ്റികള് നടത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്റെ വാർഡിലുള്ള ചെറിയൊരു ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ പദ്ധതികൾ നടക്കാൻ പറ്റാം. വാർഡിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട LCF-ന്റെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വാർഡുകളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായി. അപ്പൊ എന്റെ വാർഡിലേക്ക് ഞാൻ കൊണ്ടുവന്നതാ LCF പണിയാൻ വേണ്ടിയിട്ട്. അതായത് കോൺഗ്രസിന്റെ വാർഡിന്റെ മെമ്പർ ഇരിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നുണ്ട്. 2ാം വാർഡിൽ പറ്റില്ലാന്ന് പറഞ്ഞു. 7ാം വാർഡിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അവിടെ വാർഡിൽ പറ്റില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ വാർഡിലേക്ക് കൊണ്ടതാണ് LCF. ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തുള്ളൂ. അതിനുള്ള എല്ലാം പൂർണ്ണമായുള്ള പിന്തുണ നമ്മൾ നൽകാം. ഏകദേശം 1.5 വർഷം 2 വർഷമായി LCF-ന്റെ സ്ഥലം ഏറ്റെടുത്തിട്ട് പദ്ധതികൾ കണ്ടമാർപ്പെടുത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇല്ല, ഓവർസിയർമാരില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അതായത് പദ്ധതികൾ ഏകദേശം 3-3.5 കോടി രൂപ പദ്ധതികള് നമ്മൾ ഈ ഘട്ടത്തിൽ നടത്താൻ വേണ്ടി ബാക്കി കിടക്കുക. ഇപ്പൊ
വിളിച്ച് ഉദ്യോഗസ്ഥന്മാരെ തെറി വിളിക്കുക, ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിക്കുക. ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനമാണ് പറയുന്നത് 5 വർഷക്കാലം കൊണ്ട് നമ്മള് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. കടകാമ ഗ്രാമപഞ്ചായത്ത് ചുറ്റുവട്ടവും അതായത് വെള്ളം കൊണ്ട് തെരഞ്ഞെടുക്കുന്ന ഒരു പഞ്ചായത്താണ്. ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു വീക്ഷണത്തോട് കൂടിയിട്ട് നല്ലൊരു മനോഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് കുടിവെള്ള പദ്ധതികൾ. 52 കുടിവെള്ള പദ്ധതികളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഓരോ കുടിവെള്ള പദ്ധതി ഏകദേശം 20 ലക്ഷം രൂപയിൽ ചെലവ് വരുന്ന കുടിവെള്ള പദ്ധതികളാണ്. 52 പദ്ധതികൾ ഉണ്ടായിട്ട് മാർച്ച് മാസമായി കഴിഞ്ഞാൽ നമ്മൾ ടാങ്കർ ലോഡുകളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ട് സംഭവിക്കണം? കാരണം കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ജനകീയ സമിതി എന്ന് പറയുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് സഹാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള സമിതികളാക്കിയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. അവർ കുറെ അഴിമതി പുലർച്ചേന്റെ കുടിവെള്ള പദ്ധതിയുണ്ട്. അത് അഴിമതിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അഴിമതിയെ കുറിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചത് ഭരണപക്ഷത്തിന്റെ പ്രതിനിധി. അതായത് അഴിമതിയേ ഉള്ളൂ, കടമക്കാമ പഞ്ചായത്തിൽ അഴിമതിയേ ഉള്ളൂ. അതായത് ഒരു ലഘുലേഖ ഇറക്കണമെങ്കിൽ പോലും, ഒരു വികസനത്തിലേക്ക് ഇറക്കണമെങ്കിൽ പോലും അതിൽ അഴിമതിയാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പത്തെ ഒരു വികസന രേഖ ഇറക്കലുണ്ടായി. ആ വികസന രേഖയ്ക്ക് പാർട്ടിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഇന്നിപ്പോ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് വരും. ഞാൻ ഇതായിട്ട് തന്നെയാണ് പറയുന്നത്. 200 രൂപയിൽ മീതാണ് ഒരു ബുക്കിന് വേണ്ടിയിട്ട്, ഒരു വികസന രേഖയുടെ ബുക്കിന് വേണ്ടിയിട്ട് പാർട്ടി കൊടുത്തത്. ഇവിടെയാണ് അഴിമതി ഇല്ലാന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക, ഉദ്യോഗസ്ഥന്മാരെ. അത് ഞാൻ ജനാധിപത്യ വ്യവസ്ഥയിലെ എനിക്ക് സത്യം പറഞ്ഞാൽ നന്മകളായി തുടരാൻ തന്നെ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം എല്ലാം കൊണ്ട് രാഷ്ട്രീയ അതിപ്രസരം, ഒരു ഏകാധിപത്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സംഗതി ശരിയാണ്. ഒരു വാർഡ് വിഭജനം നടന്നു. വാർഡ് വിഭജനം നടന്നാവാനായിട്ട് എന്താ സംഭവിച്ചത്? രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോലീസായിട്ട് വിളിക്കും. അത് കഴിഞ്ഞ് ലോക്കൽ സെക്രട്ടറിമാർ അവിടെ ചെന്നിരിക്കും. പിന്നെ അവരാണ് ഇത് വരയ്ക്കുന്നത്, പിടിക്കുന്നത്, പോകുന്ന ലൈനൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ പരാതി കൊടുത്തു, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. ജില്ലാ കളക്ടർ അവിടെ ചെന്നു പരാതികൾ കേട്ടു. അത് ജില്ലാ കളക്ടർ പറഞ്ഞു അതും ഭരണകക്ഷിയുടെ സ്വാധീനം കൊണ്ട് ജില്ലാ കളക്ടർ പോലും ആ പരാതി നമ്മൾ സ്വീകരിക്കാൻ കഴിയാതായി. എന്താ പറയാ, ഈ സമയത്ത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പറയുന്നൊരു എന്താ പറയാ, ഒരു രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താം. കാരണം ഈ പറയുന്ന അഴിമതി നിറഞ്ഞ ഭരണമാണെന്ന് പറയുന്ന ഈ ഭരണകർത്താക്കള് ഈ 5 വർഷം പൂർത്തീകരിച്ചു. ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ നിയമപരമായോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താൻ ഇവർക്ക് സാധിക്കാത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇവിടെ ആകെ അഴിമതിയാണെന്നുള്ള പറയാനുള്ളതാക്കുന്നത്. ഭരണസമിതി തീരുമാനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഭരണസമിതി പല തീരുമാനങ്ങളിലും മിക്ക തീരുമാനങ്ങളോടും ഒറ്റക്കെട്ടായി, അന്ന് സഭകളിലൊക്കെ നമ്മൾ രാഷ്ട്രീയമില്ലാതെ ഒറ്റക്കെട്ടായി വികസനത്തെ നോക്കി കാണുമെന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇപ്പോ കക്ഷി രാഷ്ട്രീയമായി ഇവിടെ ഒരു എന്താ പറയാ, ഒരു ഏകാധിപത്യ ഭരണാധികാരികൾ ഇവിടെ നടന്നുകൊണ്ടുവരുന്നത്. ഈ മെമ്പറിന്റെ വാർഡിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകാധിപത്യ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടഞ്ഞു വെക്കുകയും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ വാടിക്ക് ഒരു വർഷം 8 ലക്ഷം രൂപ മറ്റേ റോഡിനത്തിൽ ഫണ്ട് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടിവെള്ളത്തിന് ഫണ്ട് തരുന്നില്ല, മിനിമാസിന് ഫണ്ട് തരുന്നെങ്കിൽ അതിന് ആ ഒരു ഫണ്ട് രാഷ്ട്രീയപരമായി നോക്കാൻ ഈ ഇവിടെ പ്രതിദാനം ചെയ്യുന്ന MS മണികണ്ഠന്റെ വാർഡിലും അതുപോലെ തന്നെ പ്രദീപിന്റെ വാർഡിലും നമ്മൾ കൊടുത്തിട്ടുള്ളതാ. അതൊക്കെ 2 കൈയും സ്വീകരിച്ച് നല്ല അന്ന് വലിയ ഘോഷങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഈ ഭരണസമിതി ആകുമ്പോൾ മോശമാണെന്നുള്ള രീതിയിലുള്ള പരാമർശം നടത്തുന്നത് തിരുത്തും വസ്തുതാപരമാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ഈ സർക്കാരുകളുടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ലൈഫ് പദ്ധതി. ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് കൊടുക്കുക എന്നുള്ള ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇവിടെ 121 വീടിന്റെ പണികൾ പൂർത്തീകരിച്ചു ഈ 5 വർഷക്കാലം കൊണ്ട്. 49 വീടുകളുടെ പണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ കിട്ടിയിട്ടുള്ള വാർഡിന്റെ പ്രതിനിധി അവിടെ ഇരിക്കുന്നത്. ഈ ലൈഫ് വീടിന്റെ പ്രതിനിധി തകർക്കാൻ നോക്കിയതാരാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു MLA ഉണ്ടായിരുന്നു, അനിലക്കര പറഞ്ഞ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ തകർക്കാൻ നോക്കിയിട്ട് അതിനെ മറികടന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായി കട്ടിത്തടം റോഡുകൾ മറ്റേ കുടിവെള്ളം കിട്ടുന്നില്ല. ഈ കട്ടിത്തട റോഡിന് വേണ്ടിയിട്ട് 3 കോടി രൂപ ഭരണാനുമതി AC മോദിനെ ഇടപെട്ടിട്ട് അതിന്റെ പേപ്പറുകളും മറ്റു കാര്യങ്ങളും അതിന്റെ പേപ്പറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഗ്രാമീണ റോഡുകൾക്ക് മുഴുവൻ അതിന് ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു.
അനാസ്ഥ മൂലം അതുപോലെ തന്നെ അവിടുത്തെ റോഡ് അളന്ന് തിട്ടപ്പെടുത്തി ചെയ്താൽ മതി എന്നുള്ള ജനങ്ങളുടെ അവിടുത്തെ ആക്ഷേപം കൂടി അതിന്റെ ആക്ഷേപം കാരണം അത് അളന്ന് തിട്ടപ്പെടുത്തിയുള്ള ചില സാഹചര്യം അതേപോലെ തന്നെ കരാറുകാരുടെ നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. അതാണ് അതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ 5 പ്രതികളാണ്. ഒരാൾക്ക് പോലും കൃത്യമായ കണക്കുണ്ട്. അവർക്കറിയാം സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം വാങ്ങി വീട് അത് ലൈഫ് ഒരാൾക്ക് പോലും ഈ 5 വർഷക്കാലം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്ത വീടകത്ത് ഹെഡ്കോർണറിൽ ഓർത്തിട്ട് ഇതല്ല സ്ഥലമില്ലാത്ത ആളുകൾ വീടില്ലാത്ത ആളുകൾ സമ്പൂർണ്ണമായി അവകാശമുള്ള ആളുകളെ തെരഞ്ഞെടുത്തത് നമ്മളല്ല, സർക്കാർ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാ. ആ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്തത് ഗ്രാമസഭയിൽ പോകണം, ഗ്രാമസഭ അംഗീകരിക്കണോ, പഞ്ചായത്ത് പ്രശ്നം അംഗീകരിക്കരുത്. അത് പണ്ടത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അപേക്ഷ നൽകിയ മുഴുവാക്കി 200 കൊടുത്താളാ, സ്ഥലം കൊടുത്താളാ. അതാണ് നമുക്ക് ഈ സർക്കാരിന്റെ ഈ ലൈഫ് പദ്ധതി തികച്ച പരാജയമാണ്. എഗ്രിമെന്റ് വെച്ചോണ്ട് കാര്യമില്ല. 5 വർഷം കഴിഞ്ഞു വോട്ടാണ്, അല്ലെങ്കിൽ 200 വർഷം എഗ്രിമെന്റ് അല്ല, പ്രായോഗികമായിട്ട് അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അഴിമതിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയാം. ഇവിടെ ഒന്നും ഈ പറയുന്ന നമ്പറുകൾക്ക് ഗ്രൂപ്പ് രേഖപ്പെടുത്താറില്ല. കൃത്യമായി എല്ലാ കാര്യത്തിലും ഗ്രൂപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളിൽ കൊടുക്കാറുണ്ട്. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ല, കാരണം പ്രകസനമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. സഭയ്ക്കകത്ത് ചോദ്യങ്ങൾ ചോദിക്കാതെ ചോദിക്കും, അംഗീകരിക്കാൻ പാടില്ലാത്ത അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. അതിന് വിവാദത്തിന് ആവശ്യമില്ല. നിലവിൽ പഞ്ചായത്തിൽ നടന്നുള്ള പ്രതിഷേധകരമായിട്ടുള്ള പരിപാടികൾ CPM-ന്റെ ഭരണപക്ഷത്തുള്ള CPI വിയോജന കുറിപ്പും പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് കോൺഗ്രസും ഉണ്ട്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി കാട്ടകാമ പഞ്ചായത്തിന്റെ ഒരു വാർഡ് പിടിച്ച BJP-യുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പോരാതെ അംഗത്തിന്റെ നിലപാടുകൾക്കൊപ്പം സഞ്ചരിക്കാത്ത ഒരു BJP അംഗത്തിന്റെ നിലപാടുകൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു BJP-യുടെ കമ്മിറ്റിയാണ് ചാടകാമ്പാൽ. പരസ്യമായിട്ട് അതായത് ഞാൻ വാർഡ് മെമ്പർ ആയിട്ടുള്ളത് BJP പ്രതിനിധിയായിട്ട് താമര ചിഹ്നത്തിലാണ്. ഞങ്ങളുടെ പാർട്ടിയിലും അതായത് 2-3 സംഘടനകൾ പറ്റിയിട്ടുള്ള ആളുകളാണ്. RSS-ന്റെ BJP-ന്റെ സമൂഹ പ്രസ്ഥാനങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ ആരും കുറ്റം പറയാനില്ല. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ചത് ടൂറിസം പദ്ധതിയാണെങ്കിൽ എന്റെ വാർഡിൽ നമ്മൾ പറയുന്ന ഒരു പദ്ധതിയാണ്. ആ ടൂറിസം പദ്ധതി ഞാൻ അംഗീകരിക്കും.
ഈ ടൂറിസം പദ്ധതിയിൽ ബന്ധപ്പെട്ട് 2 ലക്ഷം ഇരിക്കുന്നുണ്ടല്ലോ. ഇന്നും ടൂറിസം പദ്ധതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സഹായിക്കണത്, അതായത് 1-ാം വാർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ വാർഡിൽ നടക്കുന്നുണ്ട്. ₹1 പഞ്ചായത്തിന് വരുമാനം കിട്ടുന്നില്ല. ഇന്ന് എന്റെ എവിടെ പ്രതിഷേധമില്ലാത്ത? അതുകൊണ്ടാണ് പറയുന്നത്, പ്രധാനമായിട്ടുള്ള വിഷയത്തില് ബി ജെ പി പാർട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ BJP മെമ്പർ അതിനോട് യോജിക്കുന്നില്ല. കൃത്യമായിട്ട് ഈ ആളുകളുമായി CPI ജനപ്രതിനിധി കോൺഗ്രസ് ബന്ധമില്ലാത്ത എല്ലാവരും അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. തുടരാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഇത്രേ ഉള്ളൂ. പഞ്ചായത്തിലെ ഇതിൽ കയറുന്ന ആളുകൾക്ക് അപകടാവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപകടാവസ്ഥയാണെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ അത് നൽകണം. ടൂറിസം വേണമെന്നല്ല പറഞ്ഞത്. തിരുവനന്തപുരം അതിൽ മരിച്ചല്ലോ. വെള്ളത്തിലാണല്ലോ പോകുന്നത്. പഞ്ചായത്തിന് ഇത് രണ്ടും ചേർത്തല് കൃത്യമായി പ്രത്യേകപ്പെടുത്തി. മറ്റൊരു കാര്യം, 2 കോടി രൂപയാണ് ഈ മെമ്പർ പ്രദാനം ചെയ്യുന്ന ആലപ്പുഴ പദ്ധതിക്കുള്ളത്. എത്ര? 2 കോടി. അത് നല്ല പദ്ധതി എന്താ? ആ പദ്ധതി കൃത്യമായി നടത്തി ഒരു വലിയ ടൂറിസ്റ്റ് വരുന്നപ്പോ നമ്മൾക്ക് വേറെ പ്രതീക്ഷയോടെ പിന്തുണച്ച് MLA പ്രത്യേകം ഒരു യോഗം ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അനുകൂടി കോൺഗ്രസ് ഉൾപ്പെടുത്തിയ ഒരു ആഡംബരം നടന്നാലും വേണ്ട, കുഴപ്പമില്ല. അങ്ങനെ വികസനം ഒരിക്കലും വരില്ലാത്തതുകൊണ്ട് അത് കൊണ്ടുവന്നു. ഈ ആലപ്പുഴയുടെ അവസ്ഥ എന്താ? നിങ്ങളത് വിജിലൻസ് അന്വേഷണമായാലും വോട്ടിൽ നടക്കുക. അത് അന്വേഷണം നടക്കട്ടെ, അതിനൊന്നും പറയില്ല. ആ അന്വേഷണം വോട്ടുണ്ടോ? അതുണ്ടായതെന്താ? കർഷകർക്ക് പിടിച്ചുകൊണ്ടിരുന്ന സമയം അവസരം മണ്ണ് വെള്ളത്തിൽ മാറ്റി JCB കൊണ്ട് കറക്കിട്ടിട്ട് അത് എടുത്തു. അവിടെ ആദ്യം കണ്ടു നടന്ന് 1.5 കോടി രൂപ ആ കരാരം ഒഴിവാക്കി 2.5 കോടി രൂപ കരാർ കൊടുത്ത് മണ്ണ് പ്രതീക്ഷിച്ചു. ആ 2.5 കോടി കരാരം ചെയ്ത പണി പറയും മണ്ണ് കൊണ്ടുവന്നതാ. ആ ഒരു ഉത്തരം മണ്ണ് പോലും 2.5 കോടി തന്നെ കൊടുത്തില്ല. അപ്പൊ 1.5 കൊടുത്ത ആളുകളെ ഇന്ന് ഒരു തരി മണ്ണുകൊണ്ടില്ല. നമ്മുടെ മഴക്കാലം നേരത്തെ പറഞ്ഞ പോലെ കാർഷിക മേഖല വെള്ളം നടന്നപ്പോ 1 കോടി കൂടെ പോയിട്ട് മണ്ണ് എങ്ങോട്ട് പോയി? വെള്ളത്തിൽ തന്നെ പോയി. അപ്പൊ അതൊക്കെ പരിഹാരം മതി. അത് വിജിലൻസ് അന്വേഷിക്കട്ടെ. അത് നമ്മൾ പറയാം, വികസന കാര്യങ്ങൾ ഇതിന് പറയില്ല. ഈ ആനക്കുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ MS കൂടെ സൂചിപ്പിച്ചു. ഈ മെമ്പർ സൂചിപ്പിച്ച കണക്ക് തന്നെ വസ്തുതാപരമല്ലാതെ പറയാനുള്ളത്. കാരണം ആനക്കുണ്ട് പദ്ധതി ആദ്യം എടുത്തത് അപ്പൊ എത്ര പേര് വെറുതെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞ് ഇവിടെ പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞ് ഇവിടെ വലിച്ചുണ്ടാക്കുന്നത് മാത്രം 3 കോടി രൂപയ്ക്കാണ് ആദ്യത്തെ ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്ന കരാറുകാരൻ. അപ്പൊ നമ്മള് ഈ ടെൻഡർ എടുക്കുന്ന സമയത്ത് കൃത്യമായി അതിന്റെ അടുത്തുള്ള സോയിൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കുറെ ആളുകളുണ്ട് ടെൻഡർ വിളിക്കാനും. ആ തരത്തില് ഇത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ കരാറുകാരെ ഇട്ടുപോയി. അതിനുശേഷം ഇത് വീണ്ടും ഈ ടെൻഡർ വെച്ച് റീടെൻഡർ എടുത്ത് 1.5 കോടി രൂപയ്ക്കാണ് അതിന്റെ അടുത്ത ടെൻഡർ എടുത്തത്. ആ ടെൻഡർ എടുത്തും അവർ ഇതിന്റെ പണി കുറച്ച് മണ്ണ് കയറ്റിയിട്ടുള്ള സത്യമാണ്. അവർക്ക് ഇതേപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഇതില് മറ്റേ കളിമണ്ണ് നടന്ന മണ്ണാണ് അവരെല്ലാവരും ഓടിച്ചാടി വർക്കെല്ലാം എടുത്തിട്ടാക്കിയത്. നമ്മൾ കൃത്യമായിട്ട് അവരോടും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ചളി നിറഞ്ഞിട്ടുള്ള പൂതക്കുറ്റി ഉൾപ്പെടെയുള്ള മണ്ണാണ്. അപ്പോൾ അതിന്റെ ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് കിട്ടില്ല എന്നെ അതിന് ബെനിഫിറ്റ് കിട്ടില്ല എന്ന അടിസ്ഥാനത്തിൽ അവര് ഒരിക്കൽ അത് കൊണ്ടിട്ടിട്ട് പിന്നെ അത് പൂർത്തീകരിക്കാൻ നിർത്തി. ഒരു തരത്തിലുള്ള പഞ്ചായത്തിനെ നോക്കും പറയാം. ഈ പഞ്ചായത്തിന് അവര് കരാറെടുത്തതിന്റെ അല്ലെങ്കിൽ ടെൻഡർ വിളിച്ചതിന്റെ ഈ എത്ര രൂപ 1 കോടി 1.5 ലക്ഷം രൂപയുടെ ആ പൈസ ഇപ്പോഴും പഞ്ചായത്തിനകത്ത് നിൽക്കുന്നുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള അഴിമതി നടത്തില്ല. അവര് അവകാശവാദം ഉയർത്തിട്ട് അവർ ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. CPM-ന്റെ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സന്തോഷന്റെ പൈസയാണ് ഈ ആലപ്പുഴ. നമ്മളെ ഒരു പദ്ധതി നടക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിന് സപ്പോർട്ട് ചെയ്തത്. കാരണം നമുക്ക് പദ്ധതി നടക്കുന്നത് അത്യാവശ്യമാണ്. എന്നാൽ നമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ പറഞ്ഞിട്ടുള്ള ആളാണ് എടുത്തിരിക്കുന്നത്. ഈ എടുത്തത് ഇപ്പൊ എന്താ അതിന്റെ അവസ്ഥ എന്നറിയോ? ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും MLA-യുടെ ഭാഗത്തും മറ്റുള്ള ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആരോപണം ഉന്നയിക്കണം, പക്കായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിക്കണം. കാരണം ഇത് മന്ത്രിസഭ യോഗത്തിൽ ഇട്ടിരിക്കുക. അതായത് ഒരു അദാലത്തിലെ കുന്നോളത്ത് വെച്ച് നടന്ന ഒരു അദാലത്തിലെ MLA-ക്ക് ഇത് കൊണ്ടിട്ട് കൊടുപ്പിക്കാണ്. ഇത് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുപ്പിക്കാണ്. എന്നിട്ട് ഇപ്പൊ മന്ത്രിസഭ യോഗത്തിലെടുക്കാൻ നമ്മുടെ വാർഡിൽ നടക്കേണ്ട ഏകദേശം 1 കോടി രൂപ പദ്ധതി അല്ലാതെ മന്ത്രിസഭ യോഗത്തിലേക്ക് പോകണം. അത്രയ്ക്ക് പോയിട്ടുണ്ട്. അന്വേഷിക്കുക വെറുതെ പറയല്ല. ചീഫ് സെക്രട്ടറി കയ്യിൽ കിടക്കുന്ന പോലെ ചീഫ് സെക്രട്ടറി കയ്യിലാണ് ഫയൽ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അഴിമതി തന്നെയാണ്. MLA ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അഴിമതിയുടെ ഇതില് നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതില് ഒരു ഇപ്പൊ വോട്ടിങ്ങിന്റെ കാര്യം തന്നെ പറഞ്ഞു. 2 സീസണായി ഇപ്പോ വോട്ടിംഗ് 3-ാം സീസണിലേക്കാണ് വരുന്നത്.
ഇതിലേക്ക് 2 സീസണായിട്ടും പഞ്ചായത്തിന് യാതൊരു വരുമാനവും ഈ പദ്ധതിയോട് കിട്ടിയിട്ടില്ല. അത് എന്താണ് കാരണം? ഈ ടിക്കറ്റ് നിരക്കിൽ പഞ്ചായത്തിലേക്ക് കിട്ടുന്ന വരുമാനം വേണ്ടാന്ന് വെച്ചതാണോ പഞ്ചായത്ത് ഭരണസമിതി? വേണ്ടാന്ന് വെച്ചിട്ടില്ല, അത് വേണമെന്നുള്ള നിലപാടിനെയാണ് ഇതിനുള്ള അതിനൊരു നിരക്ക് നിശ്ചയിച്ച് കൊടുക്കുന്നതിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരോട് കൃത്യമായിട്ടുള്ള രീതിയിൽ 10% ഇതിനകത്ത് വർത്താനം പറഞ്ഞിട്ടുള്ളത്. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 10% അതിന് നിരക്കായിട്ടാണുള്ളത്. ഇവരുടെ അധികമായിട്ടുള്ള ഫസ്റ്റ് ആദ്യം തുടങ്ങിയ സമയത്ത് തന്നെ അത് കൃത്യമുള്ള രീതിയിൽ അത് ഫലപ്രദമായില്ല. അത് ഒരു പുതിയ സംരംഭമല്ലേ എന്നുള്ള നിലയ്ക്ക് നമ്മളത് അവസാനമായിട്ട് അതായത് 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വാഗ്ദാനമാക്കിയിട്ട് ഒരു യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു സംരംഭം കോൺഗ്രസ് സംബന്ധിച്ച് 14 സീറ്റിൽ ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അധികാരത്തിൽ വരും. അത് ചർച്ച നടക്കുകയാണ്. 16 വാർഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുണ്ടാവും. പാർട്ടിന്റെ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഘട്ടത്തിൽ പറയണം 16 സീറ്റിൽ സ്ഥാനാർത്ഥികളുണ്ടാവും. ഞങ്ങൾ ഭൂരിപക്ഷം വീണ്ടും BJP സ്ഥാനാർത്ഥിയായിട്ട് തന്നെ കൊടുത്തിരിക്കും. 16 വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് കുഴപ്പങ്ങൾ എവിടെയില്ല. കുഴപ്പങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാൻ കഴിഞ്ഞു. ഞങ്ങള് ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷൻ ആദ്യം മനസ്സിലാവും. കാലികാലിക സംവാദം നടക്കുന്ന കാലങ്ങളിൽ വലിയ രാഷ്ട്രീയ പോരാണ് ഇത്തവണ നടക്കുക. പല വാർഡുകളിലും ത്രികോണ മത്സരം ഉണ്ടാകും. ഒരു അർത്ഥസമ്പുഷ്ടമായ ചർച്ചയാണ് നടന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത CPM പ്രതിനിധിച്ച് പങ്കെടുത്ത കൃഷ്ണൻ, കോൺഗ്രസ് പ്രതിനിധിച്ച് പങ്കെടുത്ത MS മണികണ്ഠൻ, BJP പ്രതിനിധിച്ച് പങ്കെടുത്ത പ്രദീപ് കൂറത്തെ എന്നിവർക്ക് നന്ദി. നാളെ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ അവലോകനമായി വീണ്ടും കാണാം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.